ഞാൻ തെറ്റിച്ചത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് കൊല്ലത്തേക്കാണ്. അത് നമ്മളിന്ന് പോകാൻ പോകുന്നത് വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ്. കുറെ നാൾ വരെ നമ്മൾ ആ ഒരു പഴയ ഒരു കൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നാണ് അവരൊന്ന് ഫ്രീ ആയത്. അപ്പൊ നമ്മളിന്ന് പോകുന്നത് വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ്. പിന്നെ ഇന്ന് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് ജോലി പറയുന്നു, നമുക്ക് അറിയില്ല. നമുക്ക് നോക്കാം, പോവാം. ഗൈസ്, അങ്ങനെ ഇച്ചായൻ കണ്ണാടി കൂട്ടി സെറ്റായിട്ടിരിക്കുകയാണ്. ഇച്ചായൻ ഏതം കടായിട്ട് ജീവനിലെ സൺഗ്ലാസ് എവിടെയല്ല, നമ്മളെ ധനിച്ചേച്ചിയുടെ വീട്ടിലാണ് ബർക്കൗട്ട് പാർട്ടി പോയിട്ട് കൊണ്ട് കളഞ്ഞു. അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങുവാണ് ഗൈസ്. മഴ പെയ്യോ ഇല്ലെന്നൊന്നും അറിയില്ല, അങ്ങനെ ഒരു മഴക്കോളൊക്കെ ഉണ്ട്. എന്റെ ഡ്യൂട്ടിയാണ് ഗൈസ് ഇന്ന് വെയിറ്റ് കൂട്ടേണ്ടത്. എന്റെ ഡ്യൂട്ടിയാണ്. ചിരി നോക്കി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിനും നമ്മളൊക്കെ ആയിട്ട് ഒത്തിരി ഗ്യാപ്പ് വന്നായിരുന്നു. അവരിന്റെ ഉത്സവ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതുകൊണ്ട് ഒത്തിരി ഗ്യാപ്പ്. ഞങ്ങളങ്ങനെ ഒന്നിച്ച്, കാരണം എല്ലാ ഞായറാഴ്ച ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷെ നമുക്ക് ഈ കുറച്ച് നാൾക്കിടയിൽ നമുക്ക് ഒന്നിച്ച് എങ്ങും പോകാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്നാണ് അവര് ഫ്രീ ആയത്. അപ്പൊ നമ്മൾ വിചാരിച്ച എന്നാ നമുക്ക് അവരെ പോയി കണ്ട് അവരൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് ഒരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് വരാമെന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മള് അതൊരു അമ്പലം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ കണ്ട ഉത്സവം കാര്യങ്ങളെല്ലാം തീർന്നു. അവിടെ 2 കുതിര അവിടെ അഴിച്ചോണ്ടിരിക്കുകയാണ്. അവിടുന്ന് കൊണ്ടുപോയിട്ടില്ല, ആ ഭാഗത്ത് തന്നെ ഇട്ട് അവർ അഴിച്ചോണ്ടിരിക്കുകയാണ് പാർട്സ് പാർട്സ് ആയിട്ട്. കണ്ട ഉടനെ കുതിരാന്ന് പറഞ്ഞു വിളിച്ച് കുതിര എന്ന് പറഞ്ഞ് വിളിയോട് വിളിയായിരുന്നു. പിന്നെ ഞങ്ങളങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അധികം തിരക്കൊന്നുമില്ല, എന്നാലും ബസ്സൊക്കെ പയ്യെ പോകുന്നതുകൊണ്ട് അതിന്റെ ബ്രേക്ക് മാത്രം അറിയില്ല. ഞങ്ങൾക്ക് എന്നാ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാം അല്ലേ? BJP-ക്കാരുടെ ആണെന്ന് തോന്നുന്നു. എന്തോ റാലിയൊക്കെ പോകുന്നു ഗൈസ് റോഡിൽ കൂടി. കാണാൻ പറ്റത്തില്ലല്ലോ. ചന്തയുടെ BJP ആണ്. RSS അധികമാണെങ്കിൽ അങ്ങനെ നമ്മള് വിഷ്ണുവിന്റെ അടുത്തോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് 2 കടയിൽ കൂടി കയറാറുണ്ട്. അപ്പൊ നമ്മള് ജുവലിന് ചെരുപ്പ് വാങ്ങുന്നു 2 ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ ബിഷപ്പ് ജെറോമിനാറിന്റെ പിറകിലുള്ള ഏറിയായിരുന്നു നിങ്ങളുടെ പേര് ബഡാബസാറിൽ വന്നതാണ് ഗൈസ്. അപ്പൊ നമ്മള് അങ്ങോട്ട് പോയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ ബഡാ ബസാറിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. അതും ചെരുപ്പ് സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. ജുവലിനാണെങ്കിൽ കൺഫ്യൂഷൻ, ഏതെടുക്കണം, പിങ്ക് എടുക്കണോ, വൈറ്റ് എടുക്കണോ, അതോ ഗ്രേ എടുക്കണോ, അതോ ഈ കാണുന്ന മഞ്ഞ പോലത്തുള്ള ഒരു കളർ എടുക്കണോ, ഭയങ്കര കൺഫ്യൂഷൻ. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചെരുപ്പ് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജുവലിന് നമ്മളെ എടുത്ത് നീതുവിന് ഒരാളിനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നീതു വേറെ ഇട്ടിട്ട് നോക്കുവാണ്. ഇതിനിടയ്ക്ക് ഏത് ചെരുപ്പ് വേണമെന്നും പറഞ്ഞ് നടക്കുവാണ്. നോക്കട്ടെ, ഏതെങ്കിലും അവിടെ ഓൾറെഡി ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ റാക്ക് വേറെ ഏതെങ്കിലും ചെരുപ്പാണോ ഉള്ളത്, നമുക്ക് നോക്കാം. കൊള്ളാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യും. ഏതല്ലേ പക്ഷെ ഏതെങ്കിലും ജൂവലും കൂടി വരുന്ന അടിയാണ്. നമ്മളിവിടുത്തെ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജുവലിന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, വീഡിയോയിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമ്മളപ്പോ ഇവിടുന്ന് ഇറങ്ങുവാണ്. മുന്നോട്ട് പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതുപോലെ എടുക്കാനാണ് പ്ലാന്. അതുമായി അങ്ങനെ ഗൈസ് അവരൊക്കെ അവിടെ എടുക്കേണ്ടത്. ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല മനോഹരമായിട്ടുണ്ട്. നോക്കി ഗൈസ്, നല്ല വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. കൊള്ളാം.
ഞാൻ ഏതിനോടെ കട്ട പോസ്റ്റാണ് ഗൈസ്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുക. ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുവാണ് ഗൈസ്. അതെ ഗൈസ്, അടുക്കളയിലേക്ക് വിളിക്കുന്നത് പച്ചക്കറി കഴിയുമ്പോഴോ നമ്മൾ നോക്കുവാണ് ഗൈസ്. വേറെ 2 രൂപയാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇന്നിങ്ങനെ നോക്കുവാണ് ഗൈസ്. ജൂലുണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. 2 എണ്ണം മേടിച്ചല്ലേ. ഏതിനാണെങ്കിൽ കിടന്ന് കരച്ചില്ല. ഏതിനൊന്നും മേടിച്ചില്ല, ഏതിനൊന്നും മേടിച്ചെന്നൊന്നും പറയും. ഞങ്ങളൊന്ന് ബീച്ചിൽ ചെന്നിട്ടാണ് ഞങ്ങൾക്ക് ഡൈകാസ്റ്റ് കാർ മേടിക്കാം. അതെ ഗൈസ്, ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. എവിടെയാണ് ഇങ്ങനെയല്ലേ ചിമ്മിച്ചില്ലേ? ഞാൻ ഒന്ന് നോക്കണേ. ഇങ്ങനെ പിന്നെ അങ്ങനെ എല്ലാവരും കാണിച്ചത് അപ്പൊ അത് പറയണം. പറഞ്ഞ ഫസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടല്ല, നീ ഇങ്ങോട്ട് വാ. അതെടുത്ത് പിന്നെ ഇവിടുന്ന് എടുത്ത് അപ്പൊ നീ അവിടെ ഞാൻ ഇങ്ങോട്ട് പോവാ. അല്ലെങ്കിൽ ഒന്നിച്ചു വരാം. അടുത്ത സ്റ്റെപ്പുണ്ട്. അത് ഒന്ന് സീത നോക്കുന്നല്ലേ, സീത പിന്നെ അടുത്തതല്ല, അതിന്റെ ഇടയ്ക്കുണ്ട് വേറെ. ഒന്ന് കണ്ടു നോക്കാം. അതിനിങ്ങോട്ട് ഒന്നിച്ച് നോക്കണം. പിന്നെ ഓക്കെ കേട്ടോ. അറിവിങ്ങനെയാ. ഓക്കെ അതല്ലേ അങ്ങനെയാണ്. ഓക്കെ ഓക്കെ ഇടുവാണേ. അയ്യോ ഞാൻ തെറ്റിച്ചത്. ഓക്കെ എല്ലാരും സീരിയസ് ആയിട്ടിരിക്കും അവിടെ. എന്നിട്ടാക്കണം അത് മെയിൻ പോട്ടെ. അടുത്തേക്ക് പിടിക്കാം. സീരിയസ് ആയിട്ടിരിക്കണേ, സീരിയസ് ആയിട്ടിരിക്കണം. ഇതല്ല അതല്ല കണ്ണിടകൾ ചിമ്മി ചിമ്മി സീത നോക്കിമ്പല്ലേ പാൻകുരുന്നു കളിക്കുന്ന കളിരസം കണ്ടു. ഓർത്തു മനസ്സിൽ തീർത്തിടാത്ത മോഹം, മാൻകളിയിൽ മയങ്ങിയ സീതയ്ക്കുള്ളിൽ ദാഹം. ആടിയോടി ചാഞ്ചാടുന്ന മാനേ എന്നിൽ ഓടി ഓടി അരികെ പൂമാനെ.
ഓക്കെ ഗൈസ്, നമ്മൾ ബീച്ചിന്റെ തൊട്ട് അടുത്തുള്ള സ്ഥലത്ത് വെച്ച് നമ്മളിവിടെ കുറച്ച് എൻജോയ്മെന്റ് ആയിരുന്നു. ഇവിടെ കുറച്ച് ഫണ്ണും ഡാൻസ് റീൽസ് ഒക്കെ എടുത്ത് നമ്മൾ ഭയങ്കര ഫണ്ണായിരുന്നു. നിങ്ങൾ കാണാം, റീൽ നമ്മൾ ഇതിനകത്ത് ഇടുന്നതാണ്. നമ്മളിവിടെ കണ്ടിട്ട് ഞങ്ങൾ തന്നെ ഊപ്പാട് വന്ന് ഞങ്ങൾ ഇഷ്ടമുള്ള ഇതിന്റെ അടുത്തിട്ട് പോവുകയാണ്. അവർ ഇതിന്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, പോയിട്ട് വരാം ഗൈസ്. സൈഡിലോട്ടാണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിഷ്ണുവിന്റെ ഓട്ടോയും ആ കാണുന്ന ബൈക്കും വിഷ്ണുവിന്റെ ആണ്. ഇവിടെ വഴി ഇതുവഴിയാണ് ഗൈസ് പോകേണ്ടത്. ഇതിലൊക്കെ നേരത്തെ പോകണം. ഗൈസ്, ഈ കാണുന്നതാണ് വിഷ്ണുവിന്റെ തൊട്ടടുത്ത വീട്. ഇന്നത്തെ അകത്തോട്ട് കയറിച്ചിരുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം അവർ ഏത് കോലത്തിലാന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇവിടെ വെച്ച് ഇവരുടെ നടത്തുവാണെങ്കിൽ അവിടെ ചെന്നിട്ട് അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കും ഗൈസ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ചെറിയൊരു സബ്സ്ക്രൈബിനെ നമുക്ക് കണ്ടുകിട്ടിട്ടുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നേരെ വലിയ ഫ്ലാറ്റിലാണ് വിഷു നിൽക്കുകയും നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടി പോവുക. അപ്പൊ നമ്മളോട് ഇറങ്ങുവാണ്. നമുക്ക് അറിയാം അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഗൈസ്. ചിലപ്പോൾ നമ്മൾ ഓട്ടോയിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ കാറിലായിരിക്കും പോകുന്നത്. ഓക്കെ ഗൈസ്, അവര് നേരെ പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഓട്ടോയ്ക്കകത്ത് നമുക്ക് എല്ലാവരും കൂടി പോകാൻ പറ്റത്തില്ല. അവിടെ നിന്നും 4 പേരുണ്ട് തിരിച്ചു വരാൻ. പിന്നെ നമ്മൾ കാറിൽ പോയാലും നമ്മൾ ഷോക്കായിപ്പോ നമ്മൾ വിചാരിച്ച് അവർ പോയിട്ട് വരട്ടെ. അപ്പൊ തന്നെ നമ്മളൊന്ന് എൻജോയ് ചെയ്തിട്ട് ഇവിടെ നിൽക്കാമല്ലോ. ഗൈസ്, നമ്മൾ നേരെ കൊല്ലം ബീച്ചിലോട്ട് വന്നേക്കുവാണ്. അവർ പിള്ളേരെ വിളിച്ചിട്ട് വരുന്നവരെ നമുക്കൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇവിടെ ബായുടെ അടുത്തുള്ള മോമോസ് കഴിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവരിലേക്ക് 5 എണ്ണമാണ് ഗൈസ്. നമ്മൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ എവിടെ എപ്പോ ഇവിടെ കൊല്ലത്ത് വന്നാലും നമ്മൾ ഇവിടെയാണ് വന്ന് മോമോസ് കഴിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഗൈസ്. ഇതിന്റെ അടുത്താണ് ബൈ പറഞ്ഞിരിക്കുന്നത്. 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്. സ്റ്റീമായി കിട്ടണം നമുക്ക്. പിന്നെ ഫ്രൈഡ് ആണെന്നുണ്ടെങ്കിലും സെയിം റേറ്റ് തന്നെയാണ്, പക്ഷെ ടൈം എടുക്കും എന്നാണ് ബൈ പറയുന്നത്. അത് നമ്മുടെ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഭയങ്കര ഹാപ്പിയാണ് നമ്മളിവിടെ ബീച്ചിൽ വരുമ്പോൾ. നമുക്ക് വല്ലാത്തൊരു ഫീലാണ് നമുക്ക് കൊല്ലത്ത് വരുമ്പോൾ. എത്ര വന്നാലും നമുക്ക് മടുക്കില്ല. ഗൈസ്, നമുക്ക് വേണ്ടിയിട്ടുള്ള മോമോസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു എരിവ് ചട്നി വരും, പിന്നെ ഇച്ചിരി വെജ് മൈനസ് വരും. നല്ല ടേസ്റ്റാണ് ബൈയുടെ. നല്ല വൃത്തിയോടെയാണ് ബൈ ഉണ്ടാക്കുന്നത്. നല്ല വൃത്തിയും ടേസ്റ്റും എല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ പച്ചപ്പള്ളിയാണ് നിങ്ങൾ കാണുന്നില്ല. ചിക്കൻ സ്റ്റീം മോമോസിന് 60, ഫ്രൈഡിന് 60 ആയിരുന്നു. ഇപ്പം 20 രൂപ കൂട്ടി വെച്ചിട്ടുണ്ട്. ചില്ലി സോസ് ഇല്ല ഗൈസ്. നല്ല ചൂടുണ്ട്. ഇതിനകത്ത് ഇത് നമുക്കുള്ളതാണ്. ഇത് ഏതനുള്ളതാണ്, അതുകൊണ്ട് ചില്ലി ഇല്ല, എരിവ് പറ്റത്തില്ല അവന്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ മോമോസ് മേടിച്ച് വണ്ടി സൈഡിലോട്ടൊക്കെ ഒതുക്കി. ഏതൊരു ജോലും ബാക്കി ഇരുന്ന് ഭയങ്കര ഫുഡ് അടിയാണ്. നമ്മളാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് കാണുന്നുണ്ടല്ലേ? ഓക്കെ ഗൈസ്, ഞാനങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് സാധനം. ഇത് 60 രൂപയ്ക്ക് വെറുത്ത സാധനമാണ്. നല്ല മറ്റേ ചിക്കന്റെ ഫില്ലിങ്സ് ഒക്കെ നല്ലോണം ഉണ്ട്. പിന്നെ ട്രൈ ചെയ്തോളൂ. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രീമി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം സോസുകൾ നമ്മൾ ചേർത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. എരിവൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ, അധികമൊന്നുമില്ല. നല്ല ബെസ്റ്റ് വെറുത്ത സാധനമാണ്. നിങ്ങളിവിടെ കൊല്ലത്ത് ബീച്ച് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഗൈസ്, അങ്ങനെ നമ്മള് ബീച്ചിൽ തന്നെ ഉണ്ട് ഗൈസ്. ഞങ്ങളവിടെ ഇരുത്തിയിട്ട് പിച്ചായും കൊത്തുപൊറോട്ട വാങ്ങാനായിട്ട് പോയിരിക്കാണ്. ജ്യൂസ് വാങ്ങാൻ വേണ്ടി പോയേക്കാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. അത് അവിടെ താമസമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതല്ലേ റെഡി 1 2 3 ഒന്നുകൂടി
Ready, 1, 2, ready, 1, 2, 3, sir. ഗായ്സ്, അങ്ങനെ നമ്മൾ കൊത്തുപൊറോട്ട മേടിക്കാൻ പോയി. കൊത്തുപൊറോട്ട വേണമെന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തു. നമ്മളിനി പോകാൻ പോകുന്നത് വീരന്റെ അടുത്തോട്ടാണ്. വീരൻ അവരുടെ അച്ഛനെ ടച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെ ഇതിനകത്ത് ഏണി കണ്ടു കഴിഞ്ഞാൽ അപ്പയും വലിഞ്ഞു കയറും. എന്നിട്ടിപ്പോ പാതിക്കെത്തിട്ട് പേടിയാണ്. ഏതൻ പകുതി വരെ കയറി പിന്നെ തിരിച്ചിറങ്ങും. അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അവിടെ ചെന്ന് നോക്കി നിൽക്കും, പിന്നെ കണ്ടിട്ട് കിടക്കും. ഗായ്സ്, നമ്മളങ്ങനെ വിപിനന്റെ അച്ഛന്റെ കട എത്തിയിട്ടുണ്ട്. ഇതാണ് വിപിനന്റെ അച്ഛന്റെ കട. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഫോൺ നോക്കിയിരുന്ന വിപിനന്റെ അടുത്ത് എന്തൊക്കെയോ പറയാണ്. ഓക്കെ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വിഷ്ണുണ്ണനാണെന്നുണ്ടെങ്കിൽ മയ്യനാട് ഫ്ലാറ്റിൽ പോയിട്ട് അവിടെ ഏതൊരു കൂട്ടുകാരനായിട്ട് കുട്ടിക്കടയിൽ അങ്ങോട്ട് പോയെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. അവർ ഒത്തിരി വൈകും. നാളെ പിന്നെ എനിക്ക് ജോലിയുണ്ട്. പിന്നെ നമുക്ക് അധികം നേരം നമ്മൾ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത് തന്നെ. പക്ഷെ നമ്മൾ ഓൾറെഡി അവരുടെ വീട്ടിൽ ചെന്നപ്പോ തന്നെ നമുക്ക് അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റി. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഈ ഒരു കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അവര് ഈ തട്ടും കടയും കാര്യങ്ങളും ഉറപ്പൊന്നും ഇല്ലാതെ കിടന്ന ഒരു ജോലിയായിരുന്നു. അപ്പം അവരൊന്ന് റെസ്റ്റ് എടുത്ത ടൈം ആയിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് അവര് വീഡിയോ എടുത്ത് അവരൊരു വല്ലാത്തൊരു ഇതിലാണ് അവരുടെ ഒരു സിറ്റുവേഷൻ. അവര് വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വലിയ അവരെ പ്രശ്നമൊന്നും ചെയ്തില്ല. ശരി, നമ്മളെ വീഡിയോ എടുത്തില്ല. പക്ഷെ നമ്മൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ അവര് പിള്ളേരെ പോയി വിഷ്ണുണ്ണന്റെ വൈഫിന്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയായിരുന്നു മയ്യനാട് ഫ്ലാറ്റില്. അവിടെ വിളിക്കാൻ അവര് പോയിട്ട് ഇതുവരെ അവരവിടുന്ന് ഇറങ്ങിയിട്ടുമില്ല. അവിടെ വിഷ്ണുണ്ണൻ ചെന്നിട്ടുമില്ല. വിഷ്ണുണ്ണന്റെ കൂട്ടുകാരന്റെ അടുത്ത് പോയിരിക്കുക. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാൽ കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം, നാളെ ജോലിയൊക്കെ ഉള്ളതല്ലേ. നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ ഇറങ്ങി. പോകുന്ന വഴിക്ക് അറിയാലേ നമ്മുടെ കുഞ്ഞമ്മയുടെ ഒക്കെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചിന്റെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് ഒന്ന് കയറിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഹായ് ഗൈസ്, ഇപ്പൊ നമ്മള് ധനുചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ ധനുചേച്ചി എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ ബീച്ചിൽ ധനുചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്നത് വേറൊന്നുമല്ല, നമുക്ക് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ജീവന? അതെ. അപ്പം നമുക്ക് റീൽസ് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് കാണാം. ഇങ്ങനെ നിന്നിട്ട് ഈ കാല് ക്രോസ് പോകണം. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ വിളിക്കണം. എന്നിട്ട് ഈ കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിളിക്കണം. അങ്ങനെ പോയാൽ മതി, വിഷയമില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കുമ്പോ ഈ ഫസ്റ്റത്തേന് നമ്മളൊന്ന് ചരിയണം. എന്നിട്ട് രണ്ടാമത്തേന് കാല് ജസ്റ്റ് ഇങ്ങനെ പൊക്കണം. പിന്നെ ഇപ്പത്തെ വരണം, ഇങ്ങനെ നോക്കിട്ട് പിന്നെ ഈ സൈഡ്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നിന്റെ കൈ അപ്പുറം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഷോൾഡർ. മനസ്സിലായോ? ഇത് കളിച്ചില്ല. അത് കളിച്ച് ഇല്ല, ഞാൻ കളിച്ച് ഇല്ല, തന്നെ കളിച്ചില്ല, ഇവിടെ കളിച്ചത്. ഞാൻ കളിച്ചില്ലേ? എല്ലാം ചെയ്തിട്ടും സ്റ്റെപ്പ് എല്ലാം പഠിച്ചു, എല്ലാ ഫ്ലോപ്പായിട്ട് ഒന്നും നടന്നില്ല. ഒരു വീഡിയോ ഇട്ടോളൂ. അതെന്നാൽ നമ്മൾ ഈ ബ്ലോഗിനകത്ത് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുക. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടാണ്. അപ്പൊ അടുത്ത വൈകിട്ട്